പ്രിയമുള്ളവരെ, വചനജ്വാല 1221 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് ജാനുവരി 3 വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. ഇന്നത്തെ വചന വായനയിൽ ജോബിന്റെ പുസ്തകം 41 അധ്യായം 24 മുതൽ 34 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. അവന്റെ ഹൃദയം കല്ല് പോലെ കടുപ്പമുള്ളതാണ്, തിരികല്ലിന്റെ അടിക്കല്ല് പോലെ ഉറപ്പുള്ളതാണ്. അവൻ പൊങ്ങുമ്പോൾ ശക്തന്മാർ പേടിക്കുന്നു. അവൻ സ്വരം പുറപ്പെടുവിക്കുമ്പോൾ അവർ ഭയപരവശരാകുന്നു. വാൾ, കുന്തം, ചാട്ടുളി, വേൽ എന്നിവ കൊണ്ട് അവനെ എതിർക്കുക സാധ്യമല്ല. ഇരുമ്പിനെ വൈക്കോൽ പോലെയും പിച്ചളയെ ചെതുക്കി തടി പോലെയും അവൻ കണക്കാക്കുന്നു. അസ്ത്രം കണ്ട് അവൻ ഓടുകയില്ല. കവിണക്കല്ല് അവനെ വൈക്കോൽ പോലെയാണ്, ഗദയും അവനെ വൈക്കോൽ പോലെ തന്നെ. വേലിന്റെ കിലുക്കത്തെ അവൻ പരിഹസിക്കുന്നു. അവന്റെ അധോഭാഗം മൂർച്ചയുള്ള ഓട്ടുകഷണം പോലെയാണ്. അവൻ ചെളിയിൽ മെതിത്തടി പോലെ കിടക്കുന്നു. അവൻ സമുദ്രത്തെ ഒരു കലത്തിലെണ്ണ പോലെ തിളപ്പിക്കുന്നു. കടലിനെ ഒരു കുടം തൈലം പോലെ ആക്കി തീർക്കുന്നു. അവൻ പിന്നിൽ തിളങ്ങുന്ന ഒരു ചാൽ അവശേഷിപ്പിക്കുന്നു. ആഴിക്ക് നര ബാധിച്ചതുപോലെ ഒരുവന് തോന്നും. ഭൂമുഖത്തെങ്ങും അവനെ പോലെ നിർഭയനായ ഒരു ജീവിയില്ല. ഉന്നതമായവയെല്ലാം അവൻ ദർശിക്കുന്നു. ഉദ്ധത ജന്തുക്കൾക്ക് അവൻ രാജാവായിരിക്കുന്നു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് നമുക്ക് ഏറെ സുപരിചിതനും നമ്മുടെ നാട്ടിൽ തന്നെ ജനിച്ച് ജീവിച്ച് മരിച്ച് വിശുദ്ധ പദവിയിലേക്ക് ഉയർന്ന ചാവറ കുര്യാക്കോസ് ഏലിയാസ് പിതാവിനെ അനുസ്മരിക്കുന്ന പൊൻ സുദിനമാണ്. ചാവറ കുടുംബത്തിൽ ആലപ്പുഴയിലെ കൈനകരിയിൽ 1805 ആണ് ജനിച്ചത്. മാർത്തോമാ ശ്ലീഹായിൽ നിന്നും വിശ്വാസം സ്വീകരിച്ച പകലോമറ്റം കുടുംബ ശാഖയാണ് ചാവറ കുടുംബം. ചെറുപ്പം മുതൽ പഠനത്തിൽ അതീവ തൽപരനായിരുന്നു. സർക്കാർ വിദ്യാലയത്തിൽ പഠിച്ച് തമിഴും മലയാളവും സ്വായത്തമാക്കി. 11-ാം വയസ്സിൽ പള്ളിപ്പുറത്ത് സെമിനാരിയിൽ ചേർന്നു. മാതാപിതാക്കളുടെയും സഹോദരന്റെയും മരണം കുര്യാക്കോസിന്റെ സെമിനാരി ജീവിതത്തെ ഒന്ന് ഉലച്ചു എങ്കിലും മരിയ ഭക്തിയിൽ അത് അതിജീവിക്കാനായി കഴിഞ്ഞു. 24-ാം വയസ്സിൽ പൗരോഹിത്യം സ്വീകരിച്ചു. പ്രാർത്ഥനയിലും ധ്യാനത്തിലും ഒതുങ്ങാതെ നിർധനരുടെയും നിലാരംബരുടെയും ഇടയിൽ പ്രവർത്തിക്കുവാൻ വേണ്ടി 1831 മെയ് 31 CMI സഭ സ്ഥാപിച്ചു. 1844 മൽപ്പാൻ സ്ഥാനം ലഭിച്ചു. ഈ സ്ഥാനം ഉപയോഗിച്ച് വിദ്യാഭ്യാസപരമായ പല പദ്ധതികളും ആരംഭിച്ചു. 1846 മന്നാനത്ത് ഒരു സംസ്കൃത വിദ്യാലയം ആരംഭിച്ചു. പള്ളിയോടൊപ്പം പള്ളിക്കൂടമെന്ന ആശയവും ഇന്നും മന്നാനത്ത് പ്രവർത്തിക്കുന്ന സെന്റ് ജോസഫ് പ്രസിന്റെയും ദീപിക ദിനപത്രത്തിന്റെയും
പ്രാരംഭ ശില്പിയാണ് പിതാവെന്ന് നമുക്ക് നിസ്സംശയം പറയാം. 1861 വികാരി ജനറൽ സ്ഥാനം കൊടുത്തു. 1880 മുതൽ 1870 വരെ നാളാഗമം രചിച്ചു. കൂടാതെ ഒരുപാട് രചനകളും നിർവഹിച്ചിട്ടുണ്ട്. 1871 കൂനമ്മായിൽ വെച്ചാണ് ഏലിയാസ് പിതാവ് മരിക്കുന്നത്. ഭൗതികാവശിഷ്ടം പിന്നീട് മാനാനത്തേക്ക് മാറ്റി. 1986 ഫെബ്രുവരിയിൽ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കേരള സന്ദർശന വേളയിൽ ചാവറ ഏലിയാസ് പിതാവിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിക്കുകയും പിന്നീട് 2015 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്കും ഉയർത്തി. പ്രിയരെ, ഇന്നു തന്നെയാണ് കന്യകയായ വിശുദ്ധ ജെനീവീവിനെ അനുസ്മരിക്കുന്നത്. വിശുദ്ധ ജെനീവീവിയുടെയും ചാവറ ഏലിയാസ് കുര്യാക്കോസ് പിതാവിനെയും അനുസ്മരിച്ചുകൊണ്ട് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.